ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നിലവിൽ ISLൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിലകൊള്ളുന്ന ടീം അത് മുഹമ്മദൻ SC ആണ്. ISLൽ ഒരൊറ്റ വിജയം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് റെലഗേഷൻ സോണിൽ ഇപ്പോൾ അവർ ഉള്ളത്. 10 മത്സരങ്ങളിൽ നിന്ന് കേവലം 3 പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ISLൽ ഇനി തുടരാൻ ഇവർക്ക് അർഹതയുണ്ടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ISLൽ എത്തിയതിനു ശേഷം മികച്ച ഒരു പ്രകടനം പുറത്തെടുക്കാൻ മുഹമ്മദൻ SCക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, ഇത്തവണ വിദേശ താരങ്ങൾ ഇല്ലാതെയാണ് അവർ കളിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ സീസണിലൊക്കെ ദയനീയമായ പ്രകടനമാണ് മുഹമ്മദൻ SC നടത്തിയിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ISLൽ എത്തിയതിനു ശേഷം ആകെ 34 മത്സരങ്ങളാണ് മുഹമ്മദൻ SC കളിച്ചിട്ടുള്ളത്. ആ 34 മത്സരങ്ങളിൽ നിന്ന് കേവലം 2 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 10 സമനിലകൾ വഴങ്ങേണ്ടി വന്നു. 22 തോൽവികൾ അവർക്ക് ആകെ വഴങ്ങേണ്ടി വന്നു. അതായത് ISLൽ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ഏറ്റവും മോശം പ്രകടനം നടത്തിയ ടീം അത് മുഹമ്മദൻ SC തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ 24 മത്സരങ്ങളിൽ നിന്ന് 2 വിജയങ്ങൾ അവർ നേടി, 7 സമനിലകളും 15 തോൽവികളും അവർ വഴങ്ങി. ഈ സീസണിൽ 10 മത്സരങ്ങൾ കളിച്ചു, ഒരൊറ്റ വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. 3 സമനിലകളും 7 തോൽവികളും അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അവസാനത്തെ 3 മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് ആശ്വാസം നൽകുന്നത്. ആ മത്സരങ്ങളിലാണ് 3 സമനിലകൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഒഡീഷ FC, ചെന്നൈയിൻ FC, ഡൽഹി ഇവർക്കെതിരെ സമനില നേടിയെടുക്കാൻ മുഹമ്മദൻ SCക്ക് കഴിഞ്ഞു. ശരിയാണ്, ഇത്തവണ വിദേശ താരങ്ങൾ ഇല്ലാതെയാണ് അവർ കളിക്കുന്നത്. പക്ഷേ ISLൽ പ്രവേശിച്ചതിന് ശേഷം വളരെ മോശം പ്രകടനമാണ് മുഹമ്മദൻ SC നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ഒരു ടീമാണ് റെലഗേറ്റ് ആവാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും. പകരം ഡയമണ്ട് ഹാർബർ FC വരും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ ആ പ്രൊമോഷന് വേണ്ടിയുള്ള ഫൈറ്റ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.